നമസ്കാരം. കൊല്ലത്ത് പാരിപ്പള്ളിയിൽ ഇന്ന് ഒരു ബസ് അപകടം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെയാണ് സംഭവം നടക്കുന്നത്. അതായത് ഓമന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു ഓമന അമ്മ. ഈ ഓമന അമ്മ ഒരു വീട്ടിലൂടെ ജോലിക്ക് പോകുന്നൊരു സ്ത്രീയാണ്. അവർ സ്ഥിരം ആ വണ്ടിക്കാണ്, വൈകുന്നേരത്താണ് ഇത് വീട്ടിലോട്ട് പോകുന്നത്. എന്തോ ഒരു ചെറിയൊരു ഭാഗ്യപ്പിഴവ് കൊണ്ട്, അതൊരു ഭാഗ്യവശാൽ ലേശം പിഴച്ചു പോയി, അന്ന് തെറ്റിപ്പോയി. ലേശം സമയം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഓമന അമ്മ റോട്ടിലെത്തുന്നു. റോട്ടിൽ നിന്ന് ഓടി സീബ്ര ലൈനിൽ കൂടി പാസ് ചെയ്ത് ബസ് അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓമന അമ്മ വരുന്നത് ഡ്രൈവർ കണ്ടിട്ടില്ല എന്നാണ് ഡ്രൈവർ പറയുന്നത്. ബസ് കറക്റ്റ് വണ്ടി എടുത്തോടു കൂടി ഓമന അമ്മ വണ്ടിയുടെ സെൻറ്ററിൽ ഒത്ത ഫ്രണ്ടിലെത്തുകയും വണ്ടി മുന്നോട്ട് വന്ന് ഈ ഓമനമ്മ ഇടിക്കുകയും ഓമനമ്മ ബസ്സിൻ്റെ അടിയിലോട്ട് വീഴുകയും ചെയ്തു. അടിയിലോട്ട് വീണതിന് ശേഷം അവർ ഭാഗ്യവശാൽ കഴിച്ചില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ടയറുകളുടെ ഇടപെടാതെ നേരെ ബസ്സിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ സെൻറ്ററിൽ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തു പോയി. ഓമനമ്മനെ അവിടെ നിന്ന് രണ്ട് സ്ത്രീകൾ വേഗം ഓടി വന്ന് ആദ്യം അവരാണ് പിടിക്കുന്നത്. അപ്പം പിന്നുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട സ്ത്രീക്ക് അത്ഭുത രക്ഷപ്പെടൽ. കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിൽ അമ്മാരത്ത് മുക്കിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ആളെ ഇറക്കി മുന്നിലേക്ക് ബസ് എടുക്കുന്നതിനിടെ സ്ത്രീ ഓടിയെത്തിയത് ഡ്രൈവർ കണ്ടില്ല. ബസ് തട്ടി അടിയിലേക്ക് ഓമന വീണെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ഒരേ സമയം നടുക്കവും ഭയവും ആശ്വാസമുണ്ടാക്കുന്ന ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പുതുജന്മം ലഭിച്ച ഓമന അപകടത്തിന് ശേഷം ആദ്യമായി ഏഷ്യനെറ്റ് ന്യൂസിനോട് സംസാരിച്ചു. അപകടത്തിന് ഞെട്ടൽ മാറിയിട്ടില്ലെന്നാണ് ഓമനയമ്മ പറയുന്നത്. ബസ് പോകുമോ എന്ന ആശങ്കയിലാണ് പെട്ടെന്ന് റോഡ് മുറിച്ച് കടന്നത്. വീട്ടിലേക്ക് സ്ഥിരമായി വരുന്ന ബസ്സാണ്. ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ലെന്നും ഇനി ശ്രദ്ധിക്കുമെന്നും ഓമനയമ്മ ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മിഥുൻ സുധാകരൻ ഓമനയമ്മയുമായി സംസാരിച്ചു. പുനർജന്മമെന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ അത്ഭുതകരമായി ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓമനയമ്മയാണ് എനിക്കൊപ്പം ഉള്ളത്. അമ്മ, ആ ഞെട്ടലിപ്പോഴും മാറിയിട്ടില്ലല്ലേ? ഇല്ല. എവിടെ പോയിട്ട് വരികയായിരുന്നു ഇന്നലെ? ജോലിക്ക് പോയിട്ട്. ആ ബസ്സിലാണോ എന്നും തിരിച്ച് വരുന്നത് വീട്ടിലേക്ക്? ചിലപ്പം കിട്ടത്തില്ല, വരുന്നത് ഈ തന്നെ. കിട്ടാത്തപ്പം നടന്നു വരും, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും വിളിക്കും. അങ്ങനെയായിരുന്നു. ഈ ബസ് വന്നത് കണ്ടത് കിട്ടില്ലാന്ന് കരുതി പെട്ടെന്ന് ഓടി അങ്ങ് ചാടിയതാ? തന്നെ കിട്ടൂലെന്നും പറഞ്ഞ് ഓടി ചാടിയതാ. ഇടിച്ച് വീണ സമയത്ത് അതിനടിയിൽ തന്നെ അമ്മ അങ്ങ് കിടന്നു അല്ലേ? ഉയർന്നിരുന്നെങ്കിൽ ബസ്സിൽ തട്ടിയനെ. ഉയർന്നില്ല അവിടെ, പിന്നെ ഉയരുന്നേണ്ട കാര്യമില്ല, നമുക്ക് അറിയാൻ വയ്യല്ലോ. പിന്നെ ഓർമ്മക്കുറവൊന്നുമില്ലായിരുന്നു. ഇങ്ങോട്ട് മാറി അവർ എഴുന്നേക്കെന്ന് പറയുന്നത്. ഇടിച്ചതിന് ശേഷം പിന്നെ ആശുപത്രിയിൽ എത്തിയിട്ടാണ് അമ്മയ്ക്കൊരു എന്താണ് കാര്യങ്ങളെന്ന് മനസ്സിലായി തുടങ്ങിയത്? എനിക്ക് അപ്പോഴേ മനസ്സിലായി അപകടം വന്നെന്ന്. കാലിന് എനിക്ക് അന്നേരം അങ്ങ്, പിന്നെ തലേന്ന് ബ്ലഡ് വന്നോണ്ട് അത് തലയ്ക്കും കാലിനും വരെ പരിക്ക്. പൊട്ടലുണ്ടോ? പൊട്ടയെങ്കിലും വേണ്ടില്ല, ചതഞ്ഞ ഒരുമാതിരി ആയിപ്പോയി. പൊട്ടലില്ലെന്നു. തലേ അവർ ഡ്രസ്സ് ചെയ്ത് ഇട്ടു. അത് സ്കാൻ ചെയ്യാനാണ് സിറ്റി പോയത്, അവിടെ ഇല്ലായിരുന്നു. വീണ് പുറകിലിടിച്ചതാണ് തല? പുറകിലിടിച്ചതായി. സാധാരണ ഈ സീബ്ര ക്രോസ് വഴിയൊക്കെയാണോ അപ്പുറത്തേക്ക് കടക്കുന്നത്? അങ്ങനെയാണ്. അന്നേരം ഈ ബസ് പുറത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടുന്ന് വരുന്നില്ല. അന്നേരം എന്നെ കാത്താണ് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് മാറിയത്. അന്നേരം കണ്ടില്ലായിരിക്കും. പിന്നെ നമുക്ക് വരേണ്ടത് അപ്പോഴൂടെ സംഭവിച്ചു. ഈ ബസ് എടുക്കുമോ എന്ന് കരുതി പെട്ടെന്ന് അങ്ങ് പോയതാ. ഡ്രൈവറും കണ്ടില്ല? കണ്ടില്ല. കണ്ടെങ്കിൽ പിന്നെ ഇടിച്ചിടത്തില്ലല്ലോ. ഡ്രൈവർക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലം അല്ലായിരുന്നു അത്? അല്ല, അടുത്തും കൂടെയാണ്. എനിക്ക് നീളം കുറവല്ലേ, അയാൾക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നായിരിക്കും. കഴിഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് ഓടി കൂടി അവിടെ അടുത്തുണ്ടായിരുന്നു. കൂടി ആസ്പത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കണ്ടക്ടർ വന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്നവരെല്ലാം കൂടെ നിർത്തി. എനിക്ക് ഒരു പൊടി ചലനമില്ലായിരുന്നു കാലുകൊണ്ട്. തലയിലത് പിന്നെ വേണ്ടില്ല, കാലിന് ചലനമില്ലാതായിപ്പോയി. പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി പറഞ്ഞ് പോകാൻ പറ്റത്തില്ലല്ലോ, കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞാൻ തിരുവനന്തപുരത്തൊന്നും പോകില്ലെന്ന് പറഞ്ഞു.
വീട്ടുകാർക്കൊന്നും ഇപ്പോഴും ഒരു ആ പേടി ഞെട്ടൽ മാറിയിട്ടില്ല. പേടിയൊന്നുമില്ല, എന്നെ ഒരുപാട് വഴക്കുവാ. ശ്രദ്ധിച്ച് നടക്കണമെന്നല്ലേ? അല്ല, അവർക്ക് അമ്മയേ ഉള്ളൂ. അമ്മേ ഉള്ളൂ. അത് മാത്രമല്ല അവരുമൊക്കെ ഡ്രൈവറല്ലേ. മകൻ ഡ്രൈവറല്ലേ? മകനും അനിയത്തിയുടെ മോനും ഒക്കെ ഡ്രൈവറല്ലേ. ഇനി എന്തായാലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കാതെ പറ്റത്തില്ല, ഇനി പോണില്ല. പോകാതിരിക്കണ്ട, ജോലിക്ക് പോണ്ടേ, ശ്രദ്ധിച്ചു പോയാൽ മതി. അങ്ങനെ ഇരിക്കുകയാണ്, പോകണ്ടെന്നുള്ള രീതി ഇരിക്കുക. ഈവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് അനുഭവിക്കാൻ ഉണ്ടായിരിക്കും, അതാണ് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ അപ്പോഴേ മരിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ. വളരെ സാധാരണ കുടുംബമാണ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അമ്മ മറ്റൊരു വീട്ടിൽ പോയതാണ്. അത് പോയിട്ട് തിരിച്ച് വരുമ്പഴി സാധാരണ വരുന്നൊരു ബസ്സാണ്. ആ ബസ് വിട്ടുപോകുമോ എടുക്കുമോ എന്ന് ഉള്ളൊരു പേടി കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതിയിട്ടാണ് അമ്മ പെട്ടെന്ന് റോഡിനപ്പുറത്തേക്ക് മറികടക്കാനായിട്ട് ശ്രമിച്ചത്. ആ ബസ് തട്ടി അമ്മ വീണു. പക്ഷെ അത്ഭുതകരമായിട്ട് അമ്മ രക്ഷപ്പെട്ടു. എന്തായാലും അതിൻ്റെ ആശ്വാസം കുടുംബത്തിനുണ്ട്, അമ്മയ്ക്കുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. മിഥുൻ സുധാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. കണ്ടല്ലോ. അപ്പം ഈ പ്രാവശ്യം നമുക്ക് ബസ് ഡ്രൈവറെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. എന്നാൽ ബസ് ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോട്ടിൽ കൂടി ആളുകൾ വരുന്നുണ്ടോ, അല്ല മറ്റുള്ള വാഹനങ്ങൾ വരുന്നുണ്ടോ, ആരെങ്കിലും ക്രോസ് കയറുന്നുണ്ടോ, ക്രോസായിട്ട് വാഹനങ്ങൾ കയറുന്നുണ്ടോ, നായുണ്ടോ, പട്ടിയുണ്ടോ, അതിൽ ഏതെങ്കിലും മനുഷ്യന്മാർ ഇതുപോലെ ഓമനമ്മ വന്ന പോലെ ആരെങ്കിലും വരുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയതിന് ശേഷം വേണം ബസ് എടുക്കാൻ. ഇപ്പം അവർക്ക് ഒരു എക്സ്ക്യൂസായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഓമനമ്മേനെ ഈ വീട്ടിലുള്ള അവരുടെ മക്കളും മരുമക്കളും ഒക്കെ വഴക്ക് പറഞ്ഞെന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരും ഈ ഓമനമ്മയുടെ ഒരു മകനോ ഒക്കെ, ഒരു മകനും ഡ്രൈവറാണെന്ന് പറയുന്നു. പിന്നെ ഈ ഓമനയുടെ ബന്ധു ഒരാൾ ഡ്രൈവറാണെന്ന് പറയുന്നു. ആ വിവരം കൂടി പറയുന്നുണ്ട്. അപ്പം ഈശ്വരൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അതായത് ഒരു പുനർജന്മം എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇന്നും ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നത് കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, അത് അവിടുന്ന് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത്. അപ്പം ഈ ബസ് ഡ്രൈവർ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കുക 4 സൈഡും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീബ്ര ലൈൻ നോക്കിയിട്ടൊക്കെ ആവും ചിലപ്പോൾ ആൾക്കാർ ചാടുന്നത് തന്നെ. കാരണം അപ്പം അവർക്ക് നേരം വൈകിപ്പോയി, അവരങ്ങനെ ഭാഗ്യവശാൽ ചാടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം അതുകൊണ്ട് പിന്നെ എല്ലാ ബസ്സുകാരും സമയമില്ല, 1 മിനിറ്റ് വൈകിയാലും താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റോപ്പിൽ ആൾ വരുന്നുണ്ടോ, അല്ല സ്റ്റോപ്പിലോട്ട് ബസ്സിൻ്റെ മുന്നിൽ കൂടി ആരെങ്കിലും കയറുന്നുണ്ടോ. അപ്പോൾ ഈ ബസ് ഡ്രൈവർ കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് ഓമനയമ്മയ്ക്ക് ബസ്സിൻ്റെ പൊക്കം വേണം, എന്നാലേ ഓമനമ്മനെ ഡ്രൈവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അവർ സാധാരണ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റത്തില്ല. അവർ ചെറിയൊരു മനുഷ്യത്തിയാണ്. ഇപ്പോൾ ബസ്സിൻ്റെ പൊക്കത്തിലൊന്നും ഒരാൾക്ക് വളരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. അതല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസായിട്ട് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ നാളെ ഒരു അപകടം വിളിച്ചു വരുത്താൻ ഇതൊക്കെ തന്നെ മതി. മനസ്സിലായില്ലേ? എന്തായാലും ഓമനയ്ക്കെന്നല്ല ഒരാൾക്കും ബസ്സിൻ്റെ പൊക്കത്തിൽ വളരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ബസ് ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ ഏതായാലും അവിടെ രക്ഷപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അവർ തന്നെ പറയുന്നു, ഞാൻ തെറ്റൻ്റെ ഭാഗത്താണ്, ഞാൻ ചാടിയതാണ്, ഞാൻ ആ ബസ് സ്ഥിരം പോകുന്ന ബസ്സായതുകൊണ്ട് മാത്രം അതിന് കയറാൻ പോയതാണ്, ലേശം സമയം താമസിച്ച് പോയി. അപ്പോൾ ആ രീതി കയറിയതാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ശരി, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.